കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ശശികല ടീച്ചറും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുണ്ടായ വാക്ക് തർക്കം നമ്മളെല്ലാവരും കേട്ടതാണ്. ആ പരിപാടിക്കിടയിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള എൻ്റെ വിശദീകരണവും എൻ്റെ മറുപടിയുമാണ് ഈ വീഡിയോയിൽ. ഒന്നാമതായി ശശികല പറഞ്ഞൊരു കാര്യം, കേരളവർമ്മ കോളേജ് എന്നല്ല, കേരളത്തിലുള്ള എല്ലാ കോളേജുകൾക്കും ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ അനുസരിച്ച് വേണം അവിടെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പെരുമാറാൻ. ആ ഒരു അച്ചടക്കം അവർ കാണിക്കേണ്ടതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ജനാധിപത്യം സംസ്കാരത്തിൽ ഉള്ള ഒരു രാജ്യത്ത് ഗവൺമെന്റിന്റെ പണം കൊണ്ട് ശമ്പളം കൊടുക്കുന്ന കോളേജുകൾ, എയ്ഡഡ് സ്കൂളുകൾ എന്നുള്ള സ്ഥാപനങ്ങൾക്ക് വരുന്ന കുട്ടികളെ അവര് ചേർന്ന വിഷയങ്ങളിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകാനും നല്ല കാഴ്ചപ്പാടുണ്ടാക്കുന്നതിനും അപ്പുറമായി എന്ത് ലക്ഷ്യങ്ങളാണ് ഇത്തരം കോളേജുകൾക്കും സ്കൂളുകൾക്കും ഉണ്ടാവേണ്ടത്? സർക്കാരിന്റെ പണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരൻ നികുതി അടയ്ക്കുന്ന പണമാണ്. ആ പണം വാങ്ങി ശമ്പളമായി വാങ്ങി പഠിപ്പിക്കുന്ന ടീച്ചർക്കും അത് നടത്തിക്കൊണ്ടു പോകുന്ന മാനേജ്മെന്റിനും കുട്ടികളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനും അവരെ നല്ല കാഴ്ചപ്പാടുള്ളവരായി എടുക്കുക എന്നുള്ളതിൽ അപ്പുറമായി എന്ത് ലക്ഷ്യങ്ങളാണ് ടീച്ചറെ ഉള്ളത്? നിങ്ങളെ ടീച്ചർ എന്ന് വിളിക്കുന്നത് തന്നെ ഈ ടീച്ചർമാരോടുള്ള ഒരു ആക്ഷേപമായ എനിക്ക് കാണാൻ കഴിയുള്ളൂ. ശശികല പറയുന്ന പോലെ ഹിഡൻ അജണ്ടകളുള്ള കോളേജുകളും ലക്ഷ്യങ്ങളും ഉള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. അത്തരം ഇടപാടുകളുണ്ടെങ്കിൽ അതെവിടെയും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. രണ്ടാമതായി ചോദിച്ചൊരു കാര്യം, കേരളവർമ്മ കോളേജിൽ ബീഫ് കയറ്റാൻ പാടില്ല എന്നതിനെ പ്രതിഷേധിച്ച് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ SFI മുസ്ലിം കോളേജുകളിൽ തട്ടമിട്ട് വരുന്ന കുട്ടികളുടെ തട്ടം മാറ്റി ഒരു പ്രതിഷേധം നടത്താൻ തയ്യാറാണോ എന്നുള്ളത്. എന്ത് വിവരക്കേടാണ് നിങ്ങൾ ഈ പറയുന്നത്? മുസ്ലിം കോളേജുകളിൽ തട്ടമിട്ട് വരുന്ന കുട്ടികളുടെ തട്ടം മാറ്റി ഒരു ഫെസ്റ്റിവൽ നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ആദ്യം തന്നെ ആലോചിക്കണം. കേരളവർമ്മ കോളേജിലെ ഹിന്ദു കുട്ടികൾ അല്ലെ ഹിന്ദു വിദ്യാർത്ഥികൾ ബീഫ് കഴിക്കുന്നില്ല എന്നുള്ളതിനെതിരെ അല്ല SFI ഒരു ഫെസ്റ്റ് നടത്തിയത്. അവിടെ അന്യമതസ്ഥരായ കുട്ടികൾക്ക് ബീഫ് കൊണ്ടുവന്ന് കഴിക്കാനുള്ള അവകാശമില്ല, അതൊരു പൈതൃകത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഉള്ള ആ ഒരു അരാജകത്വത്തിനെതിരെയാണ് SFI ഒരു സമരമുറ എന്ന രീതിയിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത്. ഈ കേരളത്തിലുള്ള ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ മറ്റു മതസ്ഥർ, അതായത് ഇസ്ലാം ഇതര മതസ്ഥരായിട്ടുള്ള ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യൻ കുട്ടികളോ നിർബന്ധമായും തട്ടമിട്ട് മാത്രമേ ക്യാമ്പസിൽ കയറാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം നിയമമുള്ള കോളേജുകളെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവിടെ തട്ടം മാറ്റി ഫെസ്റ്റിവൽ നടത്തുകയോ അല്ലെ അതിനെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാൻ SFI മാത്രമല്ല സംസ്കാരമുള്ള ബോധമുള്ള ബഹുഭൂരിപക്ഷം കേരള ജനതയും അവരുടെ ഒപ്പം തന്നെ ഉണ്ടാവും. അല്ലാതെ ഒരു കാര്യം ചോദിക്കുമ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യരുത്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇനി സൊമനസാലെ സ്വന്തം ഇഷ്ടപ്രകാരം തട്ടമിട്ട് വരുന്ന മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം മാറ്റി ഫെസ്റ്റിവൽ നടത്തണം എന്നാണ് SFIയോട് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ കാവിക്കോണകം കെട്ടി രാഖി കെട്ടിയാൽ മാത്രം പെങ്ങളെ തിരിച്ചറിയുന്ന സംസ്കാരത്തിൽ വളർന്നു വരുന്ന കോമരങ്ങളല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇവിടുത്തെ SFI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ കോൺഗ്രസ് പാർട്ടി മുതലായിട്ടുള്ള പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന അണികളും. ആ വിവരം നിങ്ങൾക്ക് നന്നായി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം, UPയിൽ ഗോവധ നിരോധനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ബീഫ് കഴിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ്. അതാണ് നിങ്ങൾ ആ പാവത്തെ വീട്ടിൽ കയറി ഒരു പറ്റം മതതീവ്രവാദികൾ കണ്ടെത്തിയ എക്സ്പ്ലനേഷൻ. അതിന് നിങ്ങൾ മനോഹരമായ ഒരു ഉദാഹരണവും പറഞ്ഞു. എനിക്ക് മാനിറച്ചി കഴിക്കാൻ താല്പര്യമുണ്ട്, അതെന്റെ ഭക്ഷണ രീതിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ ഞാൻ കാട്ടിൽ പോയി മാനെ കൊണ്ടുവന്ന് ഭക്ഷിച്ചാൽ എന്നെ വെറുതെ വിടുവോ? ന്യായമായ ചോദ്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ കാട്ടിൽ പോയി മാനെ കൊന്ന് മാനിറച്ചി കൊണ്ടുവന്നാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളെ തല്ലിക്കൊല്ലുവോ? നിങ്ങൾ നിയമപരമായി ഒരു തെറ്റ് ചെയ്തു, മാനെ കൊന്ന് ഇറച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ പോലീസോ ഇല്ലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ നിങ്ങൾക്കെതിരെ കേസെടുക്കും. അതിന് ന്യായമായ ശിക്ഷയും നിങ്ങൾക്ക് ലഭിക്കും. UPയിൽ അത്തരത്തിലുള്ള ഒരു ബീഫ് നിരോധനം ഉണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരാൾ ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നിയമപരമായി അത് തെളിയിച്ച് അയാളെ ശിക്ഷിക്കണം. അതിൽ ആർക്കെന്താ എതിരഭിപ്രായമുള്ളത്? എന്ന് പറഞ്ഞ ഒരാൾ പശുവിനെ തിന്നു എന്ന് അമ്പലത്തിൽ കൂടെ അനൗൺസ് ചെയ്തിട്ട് 100-200 പേര് കയറി ഒരു വീട്ടിൽ ഒരു പ്രായമായ ഒരു മനുഷ്യനെ വലിച്ചിറച്ച് അവിടുത്തെ ആളുകളുടെ മുമ്പിലിട്ട് അവരുടെ മക്കളുടെ ഭാര്യയുടെ മുമ്പിലിട്ട് തല്ലിക്കൊല്ലുന്നതിനാണോ ന്യായം? ഇത്തരം മണ്ടത്തരങ്ങളെ ന്യായീകരിക്കാൻ, ഇത്തരം കാടത്തരങ്ങൾക്ക് കൊട പിടിക്കാനും ഒരു ടീച്ചർ എന്ന് പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ ഒരു ശതമാനമെങ്കിലും നിങ്ങളൊരു അധ്യാപികയുടെ സംസ്കാരമുള്ള വ്യക്തിയാണെങ്കിൽ ഇത്തരം കാഴ്ചപ്പാടുകൾ കുട്ടികൾക്കെങ്കിലും പകർന്നു കൊടുക്കാതിരിക്കുക. നല്ല ബോധമുള്ള സംസ്കാരമുള്ള കഠിന പ്രയത്നം ചെയ്യുന്ന അന്തസ്സുള്ള അധ്യാപകർ പഠിപ്പിച്ച് വളർത്തിയത് കൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം മലയാളികളും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാനുള്ള ആർജവമെങ്കിലും കാണിക്കുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾ ചോദിച്ചത്, ഇവിടെ മുസ്ലിം സംഘടനകൾ പോലും ഇതുവരെ
അഡ്രസ്സ് ചെയ്യാൻ അറച്ചു നിന്നിരുന്ന ഒരു കാര്യമാണ് കേരളവർമ്മ കോളേജിലെ ബീഫ് നിരോധനം. അവിടെ CPM ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു കോപ്രായമാണ് അതെന്ന് പറഞ്ഞു. തീർച്ചയായും ഇവിടെ മുസ്ലിം സംഘടനകളോ ഇല്ല ക്രിസ്ത്യൻ സംഘടനകളോ അത്തരം ഒരു കാഴ്ചപ്പാട് കേരളവർമ്മ കോളേജിലുണ്ട്. അതിനെ എതിർക്കാൻ മടിക്കും. കാര്യം അവരതിനെ എതിർത്ത് കഴിഞ്ഞാൽ അത് തീവ്രവാദമായി മറ്റു തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാവിധ മതങ്ങളിലുള്ള ആളുകളും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അത്തരം ഒരു സംഘടനയ്ക്ക് ഇത്തരത്തിലുള്ള അരാജകത്വത്തിനെതിരെ പ്രതികരിക്കാനുള്ള ആർജവം മറ്റേത് മതസംഘടനകളെക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് മറ്റ് സംഘടനകൾ പ്രതികരിക്കാതിരുന്നൊരു സ്ഥലത്ത് CPM അതിന് മുൻകൈയെടുത്ത് അല്ലെങ്കിൽ SFI അതിന് മുൻകൈയെടുത്ത് പ്രതികരണം നടത്തിയത്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പം എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശശികല ഈ രാഷ്ട്രീയത്തിൽ, അതായത് രാഷ്ട്രീയത്തിന്റെ മുൻപന്തിയിലേക്ക് ഇറങ്ങി വരണം. പറ്റുമെങ്കിൽ BJP അടുത്ത ഇലക്ഷന് ശശികലയ്ക്ക് ഒരു സീറ്റ് കൊടുക്കണം. അന്ന് മത്സരിച്ച് കഴിയുമ്പോൾ മാത്രമേ ഇവർക്ക് മനസ്സിലാവുകയുള്ളൂ എത്ര പേർക്ക് ഇവരുടെ ഈ അഭിപ്രായങ്ങളോടും ഈ വിഡ്ഢിത്തരങ്ങളോടും ഈ മണ്ടത്തരങ്ങളോടും യോജിപ്പുണ്ടെന്ന്. അല്ലാതെ ഹിന്ദു ഐക്യവേദി വിളിച്ചു കൂട്ടുന്ന സംഗമങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടം മണ്ടന്മാര് അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വലിയ വാചക കസരത്ത് നടത്തുമ്പോൾ കൈകൊട്ടിയ ഉടനെ കോടിക്കണക്കിന് അണികളുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട. ശശികലയെ വിഷകലയെന്നും വിഷസർപ്പമെന്നും പറയുന്നവരോടും എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. ഇങ്ങനെയുള്ള വിത്തുകളെ വിഷസർപ്പമെന്നല്ല, വെറും പൊട്ടക്കുളത്തിലെ തവള എന്നാണ് കാണേണ്ടത്. പോട്ടെ ടീച്ചറെ.